ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശരിക്കും സ്തുതിയല്ലയോ അല്ലേ? ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്തുതി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈശോനെ കണ്ടിട്ടാണ് സ്തുതി ചെല്ലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഓരോ സ്തുതിയൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ആർക്കാണ് സ്തുതി ചെല്ലുന്നത്, ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന ഈശോയെ കണ്ടിട്ട് വേണം സ്തുതി ചെല്ലാൻ അല്ലേ? നമ്മൾ എന്താ പറയുക, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതി ചെല്ലും അല്ലേ? അങ്ങനെ എപ്പോഴും സ്തുതി ചെല്ലും. പിന്നെ ആൾക്കാരെ കാണുമ്പോൾ അല്ലേ, ഗുഡ് മോർണിംഗ് പറയുന്നത് നല്ലതാണ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ നല്ലതാണ്. വേണമെങ്കിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കണമെന്ന് പറഞ്ഞാൽ ഈശോയുടെ നാമത്തെ ഉയർത്തുന്ന ഒരു കാരണമായിട്ട് തീരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് പറയാൻ കർത്താവ് എൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും നമുക്ക് നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വളരെ നല്ലതാണ്. ഒരു സമൂഹ ജീവി എന്ന നിലയിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ യുവജനങ്ങളെക്കുറിച്ചൊക്കെ മാതാക്കന്മാർ ചിലപ്പോൾ സങ്കടപ്പെടാറുണ്ട് അല്ലേ? ഓരോ കൂട്ടുകെട്ടിൽ ആവശ്യമില്ലാത്ത ഓരോ കൂട്ടുകെട്ടിൽ നിന്ന് ചെന്ന് ചാടി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നൊരു കാര്യം, ബൈബിളിൽ അതിനെക്കുറിച്ച് വചനമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 37-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലാണ് ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉപയോഗിച്ച ചില മാനദണ്ഡങ്ങളെക്കുറിച്ച് പറയാം. ഇത് പ്രേമിക്കാനുള്ള അതൊരു തിരഞ്ഞെടുക്കാനുള്ളതല്ല കേട്ടോ, ഇത് സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാ ബന്ധങ്ങളെക്കുറിച്ചുള്ള അവിടെ വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിൻ്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. അപ്പോൾ നമ്മളൊരു ഒരു ഒരു പുതിയ കോളേജിൽ ചെന്നോ അല്ലെങ്കിൽ പുതിയ സ്ഥാപനം, നമ്മൾ സുഹൃത്തുക്കളെയൊക്കെ ആയിട്ട് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്താ? അപ്പോൾ നമ്മൾ ദൈവഭക്തനായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന ഉറപ്പുള്ളവനായിരിക്കണം. പിന്നെ ഓക്കെ, നിൻ്റെ പരാജയത്തിൽ നിൻ്റെ ഒരു ഉയർച്ചയുടെ കാലത്ത് മാത്രം നിൻ്റെ പരാജയത്തെ സഹതപിക്കുന്നവനായിരിക്കും അല്ലേ? പിന്നെ നിൻ്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും. അതേസമയം പൗലോസ്ലീഹ താഴ്ന്നവരെ നേടാൻ ഞാൻ താഴ്ന്നവരെ പോലെയായി, അത് വേണ്ടെന്നുള്ളതല്ല, ഇത് നേടേണ്ട കാര്യം ഇത് നമ്മളൊരു സുഹൃത്ബന്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോഴതിനെക്കുറിച്ചാണ്. അതുതന്നെ പറയും, നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ദൈവം പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റികളൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈശോ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.